6 ദിവസം കഴിഞ്ഞു. യാഗത്തിൻ്റെ ആരംഭത്തിനുള്ള ദിവസമായി. രാമനും ലക്ഷ്മണനും യാഗവിഘ്നകാരികളായ രാക്ഷസന്മാരെ നേരിടുവാൻ ജാഗരൂകരായി. ഋത്വിക്കുകൾ യഥാവിധി മന്ത്രോച്ചാരണപൂർവം അരണി കടഞ്ഞു അഗ്നി ജ്വലിപ്പിച്ചു. യജ്ഞസംഭാരങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള യാഗവേദി വേദവിദ്യ വിശാരദരായ ഉപാധ്യായന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രത്യേകിച്ച് വിശ്വാമിത്രൻ്റെയും സാന്നിധ്യം കൊണ്ട് ശോഭിച്ചു. യജ്ഞകർമ്മം മുടക്കി നടന്നുകൊണ്ടിരുന്നു. ഉച്ചവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സമയം മധ്യാഹ്നമായി. പെട്ടെന്ന് ആകാശത്തിലൊരു ഭീകര ശബ്ദം. രാമലക്ഷ്മണന്മാർ മുഖമുയർത്തി നോക്കി. സുബാഹുവെന്നും മാരീചനെന്നും പേരുള്ള 2 രാക്ഷസന്മാർ. ഭയങ്കരന്മാരാണ്. അനുയായികളോടുകൂടി ആകാശത്തിൽ അട്ടഹാസം ഉതിർക്കുകയാണ്. അവർ മാംസം, രക്തം തുടങ്ങിയ അശുദ്ധ വസ്തുക്കൾ യാഗശാലയുടെ നേർക്ക് എറിയാൻ തുടങ്ങി. പെട്ടെന്ന് ശ്രീരാമൻ നിന്ന നിൽപ്പിൽ വിവിധങ്ങളായ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് രാക്ഷസന്മാരെ തുരത്തിവിട്ടു. പക്ഷേ പെട്ടെന്ന് പിന്തിരിയുന്ന പ്രകൃതക്കാരായിരുന്നില്ല അവർ. അപ്രതീക്ഷിതമായി പ്രതിരോധം നേരിട്ടപ്പോൾ തന്ത്രപരമായി ഒഴിഞ്ഞുമാറിയെന്നേയുള്ളൂ. വർദ്ധിതവേഗരായി അവർ വീണ്ടും വിഹായസിൽ വന്നു കഴിഞ്ഞു. ഇത്തവണ ശ്രീരാമൻ നേതാവായ മാരീചനെ ലക്ഷ്യം വെച്ചു. ദീപ്തിമത്തായ മാനവാസ്ത്രം അഭിമന്ത്രണപൂർവം വലിച്ചുവിട്ടു. മാരീചൻ അസ്ത്രാഘാതമേറ്റു കാട്ടിലെവിടെയോ ചെന്നു വീണു. അതുകൊണ്ട് അവന് രക്ഷ കിട്ടി. ലക്ഷ്മണൻ അതിനിടയിൽ അനേകം രാക്ഷസന്മാരെ ബാണപ്രയോഗത്തിൽ നിഗ്രഹിച്ചു. ശ്രീരാമചന്ദ്രന്റെ ആഗ്നേയാസ്ത്രമേറ്റ് സുബാഹുവിന്റെ മാറിടം പിളർന്നു. അസ്ത്രവേഗതയിൽ അവന്റെ ജഡം എടുത്തെറിയപ്പെട്ടതുപോലെ വിദൂരതയിലേക്ക് തെറിച്ചു വീണു. ശേഷിച്ച രാക്ഷസന്മാരെ സൗമിത്രി വായവ്യാസ്ത്രം പ്രയോഗിച്ച് ദൂരേക്ക് തുരത്തിവിട്ടു. രാമലക്ഷ്മണന്മാർ വീണ്ടും രാക്ഷസബാധയുണ്ടാകുമോ എന്ന് വിചാരിച്ച് വിജയഭേരി മുഴക്കും മട്ടിൽ ഞാണൊലി പുറപ്പെടുവിച്ചു. അങ്ങനെ അദ്വാരത്തിന് തടസ്സം സൃഷ്ടിച്ച അരക്കന്മാരെ ആകമാനം അകറ്റി ദശരഥാത്മജർ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം സംരക്ഷിച്ചു. മുനിജനം രാജകുമാരന്മാരെ വാരിയെടുത്ത് ആഹ്ലാദപൂർവം അഭിനന്ദനം പ്രകടിപ്പിച്ചു. സന്തുഷ്ടചിത്തനായ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരുടെ മൂർധാവിൽ മുകർന്ന് സ്നേഹവാത്സല്യം വെളിപ്പെടുത്തി. മിടുക്കന്മാർ, ചുണക്കുട്ടികൾ, ഉണ്ണികൾ പിതൃനിർദ്ദേശം ശരിക്ക് പാലിച്ചിരിക്കുന്നു. ഈ സിദ്ധാശ്രമത്തിൻ്റെ പേര് ഇന്നാണ് സാർത്ഥകമായത്. നിർവിഘ്നം യജ്ഞകാര്യം സാധിക്കയാൽ.